Hello my dear students, welcome to the online class. Today we will begin a new chapter, that is chapter 12, friction. In the previous chapter you already learned that friction is a contact force. In this chapter you will learn more about friction. So let's understand what is friction through an activity. Place a book on a table and gently push the book. ഒരു ടേബിളിൽ ഒരു ബുക്ക് വെക്കുക, അതിനുശേഷം ബുക്ക് പതിയെ പുഷ് ചെയ്യുക. What do you observe? You can observe that book moves forward and stops after some distance. അതായത് ബുക്ക് പുഷ് ചെയ്യുമ്പോഴത്തേക്ക് ബുക്ക് മുന്നോട്ട് തന്നെ മൂവ് ചെയ്യും, കുറച്ച് ഡിസ്റ്റൻസ് മൂവ് ചെയ്തതിന് ശേഷം അത് സ്റ്റോപ്പ് ആകും. റിപ്പീറ്റ് ദ സെയിം ആക്ടിവിറ്റി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. വാട്ട് ഡു യു ഒബ്സർവ്? ഇതേ ആക്ടിവിറ്റി തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെയ്യുക. എന്ത് സംഭവിക്കും? ഫസ്റ്റ് കേസിലെ പോലെ തന്നെ സെക്കൻഡ് കേസിലും സംഭവിക്കും അല്ലേ? ബുക്ക് മൂവ്സ് ഫോർവേഡ് ആൻഡ് സ്റ്റോപ്പ് സം ഡിസ്റ്റൻസ്. സോ എന്തായിരിക്കും ഇതിൻ്റെ കാരണം? ഒബ്ജക്റ്റ് മൂവ് ചെയ്തതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ മോഷൻ നിൽക്കുന്നതിന് എന്താകും കാരണം? അതിൻ്റെ റീസൺ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആണ്, അല്ലെങ്കിൽ ഫ്രിക്ഷൻ ആണ്. സോ എന്തായിരിക്കും ഫ്രിക്ഷൻ? നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. സപ്പോസ് നമ്മൾ റൈറ്റ് ഡയറക്ഷനിലോട്ടാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? ലെഫ്റ്റ് ഡയറക്ഷനിലോട്ടായിരിക്കും. ഓക്കെ, നമ്മൾ ഏത് ഡയറക്ഷനിലാണോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടായിരിക്കും എപ്പോഴും ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഒബ്ജക്റ്റ് കുറച്ച് നേരം മൂവ് ചെയ്തതിന് ശേഷം സ്റ്റോപ്പ് ആകുന്നതിന് കാരണം. Then you can say that what is the friction? Friction is a force that opposes the motion of an object when an object is in contact with another object or surface. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസിൽ പറഞ്ഞു ബുക്കിൻ്റെ കേസിൽ എന്താണ്? ബുക്ക് ടേബിളിൽ കൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, ബുക്ക് ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്തത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സിനെയാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. സോ ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷനെ തടസ്സപ്പെടുത്തുന്ന ഫോഴ്സാണ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, another example, when you kick a ball moves forward and stops after some time. നമ്മൾ ബോൾ കിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലെ സംഭവിക്കുന്നത്. ബോൾ കിക്ക് ചെയ്യും, അപ്പം ബോൾ മൂവ് ചെയ്യും കുറച്ച് ഡിസ്റ്റൻസ് കഴിയുമ്പോഴത്തേക്കും അത് സ്ലോ ഡൗൺ ആയിട്ട് സ്റ്റോപ്പ് ആവും. സോ അതിന് കാരണമെന്ന് പറയുന്നതും ഫ്രിക്ഷനാണ്. ബോൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റായിട്ട് ഫ്രിക്ഷൻ ആക്ട് ചെയ്യും. സോ അതുകൊണ്ടാണ് കുറച്ച് ഡിസ്റ്റൻസ് മൂവ് ചെയ്തതിന് ശേഷം ബോൾ സ്റ്റോപ്പ് ആകുന്നത്. ഓക്കെ, മൂവ് ഓൺ ടു അനദർ എക്സാമ്പിൾ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു വാക്ക് ഓൺ സ്മൂത്ത് ആൻഡ് വെറ്റ് ഫ്ലോർ. അതായത് സ്മൂത്തായിട്ടും വെറ്റായിട്ടും ഫ്ലോറിൽ, നനഞ്ഞു കിടക്കുന്ന ഫ്ലോറിൽ നമുക്ക് നടക്കാൻ പറ്റുമോ? ഇല്ല, നടക്കാൻ പാടാണ്. അതിന് കാരണം അങ്ങനെയുള്ള സ്ഥലത്ത് സ്മൂത്ത് ആൻഡ് വെറ്റ് സർഫസിൽ അല്ലെങ്കിൽ വെറ്റ് ഫ്ലോറിൽ ഫ്രിക്ഷൻ കുറവാണ്. ഫ്രിക്ഷൻ കുറവായതുകൊണ്ട് തന്നെ നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, നമ്മൾ സ്ലിപ്പ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. സെയിം റീസൺ തന്നെയാണ് നമ്മൾ പഴത്തൊലിയിൽ ചവിട്ടുമ്പോൾ തെന്നി വീഴുന്നത്. ഫ്രിക്ഷൻ കുറവാണ്, സ്മൂത്ത് സർഫസ് ആണ്, സോ ഫ്രിക്ഷൻ കുറവായിരിക്കും, അതുകൊണ്ടാണ് സ്ലിപ്പ് ആവുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് കൺക്ലൂഡ് ദ ക്ലാസ്. ഇന്ന് എന്താണ് പഠിച്ചത്? ഫ്രിക്ഷൻ എന്താണെന്ന് പഠിച്ചു. ഫ്രിക്ഷൻ എന്താണ്? ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. പിന്നെ സ്മൂത്ത് ആൻഡ് വെറ്റ് സർഫസിൽ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. ഓക്കെ, hope you all are understand the topic. See you on the next class. Thank you.